ഇടത് ഭരണത്തിലുള്ള മിൽമ പിടിക്കാൻ സർക്കാരിന്റെ നീക്കം. മിൽമയുടെ തിരഞ്ഞെടുപ്പ് ഘടനയിൽ തന്നെ ഇതിനായി മാറ്റം വരുത്തും. ഫെഡറേഷൻ ചെയർമാൻ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി നീട്ടിയതോടെ മിൽമയിൽ ഇടപെടാൻ സർക്കാരിന് അവസരവും കിട്ടി. കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സഹകരണ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു മിൽമ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിനിടയിൽ പടിപടിയായി മിൽമ CPM പിടിച്ചെടുക്കുകയായിരുന്നു. CPMന്റെ കയ്യിൽ നിന്ന് മിൽമ ഭരണം തിരിച്ചു പിടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മിൽമയുടെ തെരഞ്ഞെടുപ്പിൽ ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മിൽമയുടെ സംസ്ഥാന ഫെഡറേഷന്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. സർക്കാർ ഇതിന് അനുമതി നൽകിയില്ല. ഇത് ചോദ്യം ചെയ്ത് ബന്ധപ്പെട്ടവർ ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അനുമതി നൽകിയില്ല. പകരം ചെയർമാന്റെ കാലാവധി 1 മാസം കൂടി നീട്ടി നൽകുകയാണ് ചെയ്തത്. അതോടെ സർക്കാരിന് മിൽമയുടെ ഭരണം പിടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. മിൽമയിൽ ഒരു 45 വർഷം പഴക്കമുള്ള ഒരു സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയുള്ള മിൽമയുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നു വന്നിരുന്നത്. ആ ഉത്തരവിൽ ഭേദഗതി കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. മറ്റ് സഹകരണ സ്ഥാപനങ്ങളെ പോലെ തന്നെ മിൽമയുടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് 3 മേഖലാ യൂണിയനുകളാണ് മിൽമയ്ക്കുള്ളത്. ഈ 3 മേഖലാ യൂണിയനുകളിലും വ്യത്യസ്ത സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതിനുശേഷം ഫെഡറേഷന്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. ഇതെല്ലാം ഒരേ സമയത്ത് നടത്തുക എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഡയറക്ട് ബോർഡ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുക, ആ ഡയറക്ട് ബോർഡ് അംഗങ്ങളിൽ നിന്ന് ചെയർമാനെ കണ്ടെത്തുക. മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലെ അതേ മാതൃക മിൽമയിലും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. ആ ഭേദഗതി സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മിൽമ ഭരണവും സുഗമമായി കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഇപ്പോഴത്തെ നിലയിൽ മിൽമയിലെ സംസ്ഥാന ഫെഡറേഷന്റെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ CPM പ്രതിനിധി ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം മിൽമയുടെ 3 മേഖലാ യൂണിയനുകളിൽ മലബാർ യൂണിയനും തിരുവനന്തപുരം മേഖലാ യൂണിയനും ഇപ്പോൾ LDFന്റെ സുരക്ഷിത കരങ്ങളിലാണ്. മിൽമയിൽ 1981 കൊണ്ടുവന്ന ഉത്തരവിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മിൽമ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാനാണ് VD സതീശൻ സർക്കാരിന്റെ നീക്കം. അതിനുവേണ്ടിയുള്ള അവസരമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടുകൂടി സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.